ബംഗാളിൽ BJP സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം വലിയ നടുക്കമുളവാക്കുന്ന മാറ്റങ്ങളാണ് അവിടെ കൊണ്ടുവരുന്നത്. മാറ്റങ്ങളെന്നല്ല, അടിച്ചേൽപ്പിക്കുന്ന പല നയങ്ങളും അടിച്ചേൽപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ OBC സംവരണത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. അതിനുശേഷം കശാപ്പിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. വെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബലിപെരുന്നാൾ അടുക്കുന്നതിനിടയിലാണ് കശാപ്പിന് വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. ഏറ്റവും ഒടുക്കം മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒരു മാസം ആവുന്നതിന് മുമ്പേ തന്നെ എന്തായിരിക്കും ഈ 5 വർഷം BJP സർക്കാർ ബംഗാളിൽ നടപ്പാക്കാൻ പോകുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ നൽകിക്കഴിഞ്ഞു. അപ്പോൾ എങ്ങോട്ടേക്കാണ് ബംഗാളിനെ BJP കൊണ്ടുപോകുന്നത് എന്നതുകൂടി സംസാരിക്കുകയാണ് അജിംസ്. അസാമിൽ 2023 എന്താണോ കണ്ടു തുടങ്ങുന്നത് അത് ബംഗാളിലേക്ക് വീണ്ടും വരികയാണ്. ബംഗാളിലും ഉണ്ടാവാൻ പോവുകയാണ്. അത്രയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അസാമിൽ എങ്ങനെയാണ് ഹിമന്ത ബിശ്വ ശർമ്മ അധികാര തുടർച്ച ഉറപ്പാക്കിയെന്ന് വെച്ചാൽ അത് ജെറിമാൻഡറിങ് വഴിയാണ്. ഗണ്യമായ മുസ്ലിം പോപ്പുലേഷനുള്ളൊരു സംസ്ഥാനമാണ് അസം. അങ്ങനെ മുസ്ലിം പോപ്പുലേഷനുള്ളൊരു സംസ്ഥാനത്തെ കൃത്യമായി വെട്ടിമുറിച്ച് ഒരു തരത്തിലും മുസ്ലിം റെപ്രസെൻറ്റേഷൻ അസംബ്ലിയിലും ലോക്സഭയിലും ഉണ്ടാവാത്ത വിധത്തിലാണ് അതിൻ്റെ അതിർത്തി പുനർനിർണയിച്ചത്. അപ്പോൾ അതിനെ പറ്റിയുള്ള രസകരമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു അസമീസ് മാധ്യമപ്രവർത്തനം നടത്തിയിരുന്നു. അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബൗണ്ടറി നിശ്ചയിക്കുന്നതിൻ്റെ അടിസ്ഥാനം വില്ലേജുകളാണ്. അപ്പോൾ അസമിൽ പല സ്ഥലത്തും ഒരു പഞ്ചായത്തിന് ഒരു MP വേറൊരു MLA അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. പല MLA മാർ ഒരു പഞ്ചായത്തിൽ തന്നെ 2 MLA 3 MP ഒക്കെ പോയി 3 MP വരുന്ന പഞ്ചായത്തുകളൊക്കെ ഉണ്ട്. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അത് കോടതികളൊക്കെ എന്ത് നോക്കിക്കോണം നമുക്കറിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവസാനത്തെ തീരുമാനമൊക്കെ എടുക്കേണ്ടത്. പക്ഷേ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ അങ്ങനെയൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ജെറിമാൻഡറിങ്ങിലൂടെ അവിടുത്തെ രാഷ്ട്രീയ ഘടന തന്നെ മാറ്റിമറിച്ചു. ഇനി അവിടെ വേറൊരു പാർട്ടിക്ക് ജയിച്ച് കയറാൻ പറ്റുമോ എന്നറിയില്ല. ബംഗാളിൽ ഈ ജെറിമാൻഡറിങ് നടന്നിട്ടില്ല. പക്ഷേ വേറെ തരത്തിൽ BJP അധികാരം പിടിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ എങ്ങനെയാണ് ആ BJP അത്രയും വലിയ മുന്നേറ്റം ഉണ്ടായത്? എല്ലാവരും പറയും BJP പിടിക്കും ഈ തവണ, അല്ലെങ്കിൽ അടുത്ത തവണ പിടിക്കും. പക്ഷേ എങ്ങനെ പിടിക്കുമെന്നാരും പറയുന്നില്ലായിരുന്നു. അതായത് ബംഗാളികളെല്ലാവരും എന്നാൽ ഇനി BJP വരട്ടെ എന്ന് പറഞ്ഞാൽ BJP വോട്ട് ചെയ്താണ്. അങ്ങനെയല്ല, BJP അവിടെ അധികാരം പിടിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് എങ്ങനെ പിടിക്കും എന്നുള്ള കാര്യം ആരും വിശദീകരിക്കുന്നില്ല. അവിടെ മുസൽമാൻ പാറ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. മുസൽമാൻ പാറ എന്നാണ് ആ കോൺസ്റ്റിറ്റ്യുവൻസി. കൊൽക്കത്ത, നോർത്ത് കൊൽക്കത്തപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കോൺസ്റ്റിറ്റ്യൂട്ടപ്പെട്ട ഒരു പോളിംഗ് സ്റ്റേഷനാണ്. അവിടെ 4-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ തൃണമൂൽ കോൺഗ്രസ് 316 വോട്ടിന് ജയിച്ചു. അപ്പോൾ അതിൽ തർക്കം ഉന്നയിച്ചു. BJP തർക്കം ഉന്നയിച്ച് 5-ാം തീയതി വീണ്ടും എണ്ണി കഴിഞ്ഞപ്പോൾ ഇതേ 316 വോട്ടിന് BJP ജയിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ തന്നെ കണക്കൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് അത് വന്നതെന്ന് നോക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട 2 ബൂത്തുകളുണ്ട്. ആ 2 ബൂത്തുകൾ 97% മുസ്ലിം പോപ്പുലേറ്റഡാണ്. ഈ തവണത്തെ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ന്യൂനപക്ഷ എൻ ബ്ലോക്കായിട്ട് തൃണമൂൽ കോൺഗ്രസിനൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ 97% മുസ്ലിം പോപ്പുലേഷനുള്ള ഈ ബൂത്തിൽ 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ 316 വോട്ടിന് TMC മുന്നിലാണെങ്കിൽ 5-ാം തീയതി വോട്ടെണ്ണുമ്പോൾ 316 വോട്ടിന് BJP മുന്നിലാവും. അതെന്ത് വോട്ടെണ്ണലാണെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അതെങ്ങനെയാണ് സാധ്യമാവുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് അവിടുത്തെ ഒറ്റ കണക്കല്ല. അപ്പോൾ നമുക്കറിയാം ആന്ധ്രയിലെ പോളിംഗ് ദിവസം നടന്നിട്ടുള്ള ക്രമക്കേടുകളെക്കുറിച്ച് പ്രകാല പ്രഭാവർ 1 വർഷം കഴിഞ്ഞിട്ടാണ് വിശദമായിട്ട് പറയുന്നത്. ബംഗാളിൽ എന്താണ് നടന്നതെന്നുള്ള ഒരു മാധ്യമങ്ങളും ശ്രദ്ധിക്കുന്നില്ല. ഇതിപ്പോൾ ഒരു ബൂത്തിലെ കണക്കാണ് ഒരു മാധ്യമപ്രവർത്തകൻ ഡിഗ് ചെയ്ത് കൊണ്ടുവരുന്നത്. അവിടെ എങ്ങനെയാണ് BJP ജയിച്ചത് എന്നുള്ളത് ചിലപ്പോൾ വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിലെ കാര്യങ്ങളൊക്കെ അൺഎർത്ത് ചെയ്ത് കൊണ്ടുവരുമായിരിക്കും. സംഭവം നടന്നിട്ടുള്ള അതാണ്. BJP അധികാരത്തിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു അനിവാര്യ ശാപം എന്ന് പറഞ്ഞാൽ തോറ്റ പാർട്ടികൾ ദുർബലമായി പോകും എന്നുള്ളതാണ്. കോൺഗ്രസ് ദീർഘകാലം ഭരിച്ചു. CPM അവിടെ അധികാരത്തിൽ നിന്നപ്പോൾ കോൺഗ്രസ് ദുർബലമായി. CPM ദീർഘകാലം ഭരിച്ചു. തൃണമൂൽ അധികാരത്തിൽ നിന്നപ്പോൾ CPM ദുർബലമായി. ഇപ്പോൾ BJP വന്നു. ഇനി തൃണമൂൽ ദുർബലമാവുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. തൃണമൂലിൽ തന്നെ ചില അന്തഛിദ്രങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പലരും കൂറുമാറാൻ ശ്രമിക്കുന്നു. സുവേന്ദു അധികാരി തന്നെ തൃണമൂൽ ഭരിക്കുന്ന പ്രാദേശിക സർക്കാരുകൾ, അതായത് തദ്ദേശ സ്ഥാപനങ്ങളെയൊക്കെ പിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അതോടൊപ്പം തന്നെയാണ് സാധാരണ രീതിയിൽ BJP അധികാരത്തിൽ വരുമ്പോൾ ചെയ്യുന്ന പരമ്പരാഗത നടപടിക്രമങ്ങൾ, മുസ്ലിങ്ങൾക്കെതിരെ, OBCക്കെതിരെ, ദളിതുകൾക്കെതിരെയുള്ള നടപടികൾ, അതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലെന്തൊരു പുതുമയൊന്നുമില്ല. എല്ലായിടത്തും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെയും ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഈ മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ പ്രതീക്ഷിത പോലൊരു വയലൻസിലേക്ക് ബംഗാൾ പോയിട്ടില്ല. ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വലിയ തോതിലുള്ള വയലൻസ് ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ പ്രതീക്ഷിച്ച പോലെ വലിയൊരു വൈഡ് സ്പ്രെഡ് വയലൻസ് ഒന്നുമില്ല. പക്ഷെ ഇപ്പോഴും വയലൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ബംഗാളിനെ സംബന്ധിച്ച്. ബംഗാളിൽ ഈ പറയുന്നത് പോലെ ബംഗാൾ എന്ന് പറയുന്നത് അസം പോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഗണ്യമായ വോട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. ഇനി അവിടെ സ്ഥിരമായി BJP ജയിക്കുന്ന തരത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ SARലൂടെ കുറേ അധികം വോട്ടുകൾ നീക്കിക്കളഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ പൗരത്വ നിഷേധത്തിലൂടെ കുറേ കൂടി ധ്രുവീകരണം കൊണ്ടുവരികയാണോ, അതല്ല BJPക്ക് സ്ഥിരമായി ജയിക്കാവുന്ന രീതിയിൽ മണ്ഡലങ്ങൾ മാറ്റി വരയ്ക്കുകയാണോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും ബംഗാളിനെ സംബന്ധിച്ച് BJP താഴെ ഇറക്കുക എന്നുള്ളത് വലിയൊരു ഭഗീരഥ പ്രയത്നമാണ്. ആ ഭഗീരഥ പ്രയത്നം തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല. മമതാ ബാനർജി കുറേ കൂടി ഇപ്പോൾ ദുർബലയാണ്. മമതാ ബാനർജിയെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുന്ന കാര്യമല്ല. അവിടെ ഒരു വലിയ ഒരു വിശാലമായ പ്രതിപക്ഷ ഐക്യം വന്നാൽ മാത്രമേ രാഷ്ട്രീയമായ മുന്നേറ്റം അവിടെ ഇനി തിരിച്ചുവരവ് അവിടെ BJPക്കെതിരെ സാധ്യമാകൂ. ഇപ്പോഴും CPMഉം കോൺഗ്രസും തൃണമൂലും പരസ്പരം ഇരിക്കുന്നുണ്ടോ? ഇല്ല. ഭാവിയിൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് അവർക്ക് ചർച്ചയില്ല. അവർക്ക് സ്ട്രാറ്റജി ഉണ്ടായിട്ടില്ല. CPMഉം കോൺഗ്രസും എത്രമാത്രം പ്രസക്തമാണെന്നൊരു ചോദ്യം കൂടിയുണ്ട് അവിടെ. ഇപ്പോൾ തൃണമൂലിനാണ് അവിടെ എന്തെങ്കിലും സാധ്യതയുള്ളൂ. അവർക്കൊരു തിരിച്ചുവരവ് സാധ്യമാവുന്ന എന്തെങ്കിലും സൂചനകൾ അവിടെ നിന്ന് ലഭിക്കുന്നില്ല. എന്നിരിക്കെ BJP കുറേ കൂടി സ്ട്രോങ്ങർ പൊസിഷനിലാണ്. അവർക്ക് എന്തും ചെയ്യാം. ഇപ്പം ബംഗാളിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ BJP സാധാരണ UPയിലൊക്കെ ചെയ്തതുപോലെ തന്നെ ആദ്യം എന്താണ് പറയുക, അപ്പർ കാസ്റ്റ് വോട്ടുകളിലേക്കാണ് അവർ കയറുന്നത്. അപ്പർ കാസ്റ്റ് വോട്ടുകൾ സ്വീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അപ്പോൾ അപ്പർ കാസ്റ്റിൻ്റെ ഒരു പിന്തുണ അവർക്കുണ്ട്. അപ്പർ കാസ്റ്റിൻ്റെ പിന്തുണ എന്ന് പറഞ്ഞാൽ ബംഗാളിനെ സംബന്ധിച്ച് ഒരു പൊതുബോധം കൂടി BJPക്ക് അനുകൂലമായി മാറ്റുക എന്നുള്ളതാണ്. കാരണം ബംഗാളിൻ്റെ തന്നെ ഒരു സാമൂഹിക ഘടന അങ്ങനെയാണ്. അവിടെ നടന്നിട്ടുള്ള എല്ലാ സാമൂഹിക നവോത്ഥാനങ്ങളും അപ്പർ കാസ്റ്റിൻ്റെ മുൻകൈയിൽ നടന്നതാണ്. ഇപ്പോൾ ഭദ്രലോക് ഇപ്പോൾ കേരളവും ബംഗാളും തമ്മിൽ പല സിമിലാരിറ്റിയും പലരും പറയുമ്പോഴും കേരളവും ബംഗാളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, കേരളത്തിലൊരു സാമൂഹിക നവോത്ഥാനം നടന്നത് കീഴ്ജാതിക്കാരിൽ നിന്നാണ്. അത് അയ്യങ്കാളി ആവട്ടെ, ശ്രീനാരായണ ഗുരു ആവട്ടെ, താഴെ നിന്നാണ് ആ വിപ്ലവം ഉണ്ടായിട്ടുള്ളത്. അവിടെ അങ്ങനെയല്ല. അവിടെ നടന്നിട്ടുള്ള നവോത്ഥാനവും മാറ്റമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന സവർണ ജാതികളിൽ നിന്നാണ്. അപ്പം അവരുടെ പിന്തുണയോടെയാണ് BJP വന്നുകൊണ്ടിരിക്കുക. അവർക്ക് എന്തും ചെയ്യാം. OBCകൾക്കെതിരെ എന്തും ചെയ്യാം, ദളിതുകൾക്കെതിരെ എന്തും ചെയ്യാം, മുസ്ലിങ്ങൾക്കെതിരെ എന്തും ചെയ്യാം. അങ്ങനെ ഒരു എന്താണ് പറയുക, ഒരു മാൻഡേറ്റ് കിട്ടിയ മാതിരിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് കുറേ കൂടി രൂക്ഷമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ബംഗാളിൻ്റെ ഭാവി അത്ര ശുഭകരമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. സാഹിബ്, ഈ CPMഉം തൃണമൂലും ഭരിച്ച ഈ ബംഗാളിൽ പെട്ടെന്നൊരു സഡൻ ഷിഫ്റ്റ് അതെങ്ങനെയാണ്? ഇപ്പോൾ ഒരു പുതിയ നയങ്ങൾ ഇമ്പോസ് ചെയ്യുമ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു ചെറുത്തുനിൽപ്പ് പോലും ഇല്ലാതെ അത് അംഗീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അല്ല, ചെറുത്തുനിൽപ്പില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെറുത്തുനിൽപ്പിൽ സ്വാഭാവികമായിട്ടും വരും. ഇപ്പോൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശമുണ്ടല്ലോ, വന്ദേമാതരം മദ്രസകളിൽ വരെ വന്ദേമാതരം മുഴുവൻ സ്റ്റാൻസയും ചൊല്ലണം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരം അതെന്താ ചെയ്യുന്നത്? എന്താണ് വന്ദേമാതരവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം? ഒരു വിഭാഗം ജനങ്ങളുടെ ഒന്നാമത് വന്ദേമാതരം ഭരണഘടനാപരമായിട്ട് എന്താണ് ദേശീയ ഈ പറയുന്ന ജനഗണനക്കുള്ള സ്റ്റാറ്റസ് അതിനില്ല. ഏതെങ്കിലും ഒരു നിയമം അത് നിർബന്ധിക്കാൻ സർക്കാരിന് കഴിയില്ല. പക്ഷേ അത് നിർബന്ധമായും ചൊല്ലണം എന്ന് പറയുന്നത്, സ്കൂളുകളിൽ ചൊല്ലണം എന്ന് പറഞ്ഞാൽ മെനിയാന്നാണ് സർക്കുലർ ഇറങ്ങുന്നത്. ഇനിയിപ്പം മദ്രസകളിൽ ചൊല്ലണം, രാവിലത്തെ അസംബ്ലിയിൽ ചൊല്ലണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഇത് ലക്ഷ്മിയാണ്, ദുർഗയാണ്, പിന്നെ ലക്ഷ്മിയാണ്, ദുർഗയാണ്, പിന്നെ ആരാണ്, വേറെ ഇതൊരു സരസ്വതിയാണ്, ഇങ്ങനെ പറയുന്നു. അത് അങ്ങേക്ക് മുമ്പിൽ ഞങ്ങൾ തലകുനിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഈ വിവാദമായിട്ടുള്ള അവസാനത്തെ സ്റ്റാൻസ എന്ന് പറയുന്നത്. അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അടിസ്ഥാന വിശ്വാസത്തിനെതിരാണ്. ഒരു ഏക ദൈവത്തിന് മുമ്പിലല്ലാതെ മറ്റൊരാൾക്ക് മുമ്പിലും തലകുനിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അതിൻ്റെ കോർ എന്ന് പറയുന്നത്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ കോറിനെ നിഷേധിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകം ഒരു മദ്രസ വിദ്യാർത്ഥി രാവിലെ തന്നെ ചൊല്ലിയിരിക്കണം എന്ന് സർക്കാർ നിർബന്ധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്ന് പറയുന്ന ഭരണഘടനാ ഉത്തരവാദിത്വം സർക്കാർ നിർവഹിക്കുന്നില്ലെന്ന് മാത്രമല്ല അതിന് എതിർദിശയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് സർക്കാരും പൗരനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം? ഒരു പൗരൻ്റെ അടിസ്ഥാന അവകാശങ്ങളെ സംരക്ഷിക്കുന്നു സർക്കാർ എന്നുള്ളതാണ്. ആ സംരക്ഷിക്കുന്നതിൻ്റെ മറുപടിയായിട്ടാണ്, അതിന് പകരമായിട്ടാണ് സർക്കാരിന് ലോയൽറ്റി കൊടുക്കുന്നത് ഒരു പൗരൻ. അപ്പോൾ ഇങ്ങനെ ഒരാളുടെ അടിസ്ഥാന വിശ്വാസത്തെ നിരാകരിക്കുന്ന ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്നതോടുകൂടി ഈ സ്റ്റേറ്റും പൗരനും തമ്മിലുള്ള ആ ബന്ധത്തെയാണ് ഇവരില്ലാതാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് കെയോസിലേക്ക് പോകാൻ സർക്കാർ തന്നെ വിചാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇടപെട്ടൊരു കാര്യം, ഇതിപ്പം മദ്രസ ഡയറക്ടറേറ്റാണ് ഈ ഉത്തരവിറക്കിയത്. യെസ്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ കീഴിലാണോ മദ്രസ? അത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കേരളത്തിന് പുറത്ത് മദ്രസകൾ എന്ന് പറഞ്ഞാൽ മദ്രസ തന്നെ ബേസിക്കലി വാക്കിൻ്റെ അർത്ഥം സ്കൂൾ എന്നാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾ പഠിക്കുകയാണ്. അവിടെ സയൻസും മാത്സും എല്ലാം പഠിപ്പിക്കുന്നു, മതവിഷയങ്ങളും പഠിപ്പിക്കുന്നു. അപ്പോൾ മദ്രസകളെ നിയന്ത്രിക്കുന്ന ഒരു ബോഡിയാണ്, അതാണ് സ്റ്റേറ്റ് മദ്രസ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഗവൺമെൻറ് മദ്രസകളുണ്ട്, ഗവൺമെൻറ് എയ്ഡഡ് മദ്രസകളുണ്ട്, ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് മദ്രസകളുണ്ട്. ഇത് മൂന്നും ഏതോ ഒരു ഗവൺമെൻറ് റെഗുലേറ്ററി
അതിന് റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റിയാണ് മദ്രസ ബോർഡ് എന്ന് പറയുന്നത്. മദ്രസ ബോർഡാണ് ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരത് നിർബന്ധമാണ്. ഐ മീൻ മദ്രസ ബോർഡ് ഒരു സർക്കുലർ ഇറക്കി കഴിഞ്ഞാൽ അത് അനുസരിക്കുവാൻ ഈ മദ്രസകൾ ബാധ്യസ്ഥരാണ്. ഇനി വേറെ കാര്യം, മദ്രസകളിൽ ഞാൻ മുമ്പ് ഔട്ട് ഓഫ് പറഞ്ഞിരുന്നു, ബംഗാളിലെ മദ്രസകളിൽ ഒരു അറൗണ്ട് 17% നോൺ മുസ്ലിം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. 2 വർഷം മുമ്പ് അവിടുത്തെ മദ്രസയിലെ ആലിയ എക്സാമിൻ്റെ 1, 2, 3 റാങ്കുകൾ ഹിന്ദു പെൺകുട്ടികളായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. ആലിയ ഫലീല എന്നോ അങ്ങനെ രണ്ട് സർട്ടിഫിക്കേഷനാണുള്ളത്. അപ്പോൾ അതിലൊരു ആലിയ സർട്ടിഫിക്കേഷനിൽ 3 റാങ്കുകൾ ഹിന്ദു പെൺകുട്ടികളാണ് നേടിയത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തമാശകൾ വേറെയുണ്ട്. അപ്പോൾ ഇത് എന്തൊരു അധ്യാപകരുമുണ്ട് കേട്ടോ, മുസ്ലിങ്ങളല്ലാത്ത അധ്യാപകരും ഒരു 10% അത് ബംഗാളിൽ മാത്രമല്ല, യു പിയിലും ഉത്തരാഖണ്ഡിലും ബീഹാറിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. കൂടുതലും ഗ്രാമങ്ങളിലും ദരിദ്ര മേഖലകളിലൊക്കെയാണ് ഈ മദ്രസകൾ പ്രവർത്തിക്കുന്നത്. എന്തോ ആവട്ടെ, ഒരു പൗരൻ്റെ അടിസ്ഥാന മതവിശ്വാസത്തെ നിഷേധിക്കുന്ന ഒരു കാര്യം നിർബന്ധമായും ചൊല്ലണം എന്നൊരു ഭരണകൂടം ഉത്തരവിടുമ്പോൾ ഭരണകൂടം അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദത്തിൻ്റെ വിപരീത ദിശയിൽ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പം സ്വാഭാവികമായിട്ടും അത് എന്തെല്ലാം നിലക്കുള്ള ബന്ധവിച്ഛേദമാണ് പൗരനും ഭരണകൂടത്തിനും ഇടയിൽ ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പ്രാഥമിക ആലോചിക്കേണ്ടത്. പിന്നെ ഒരു സംസ്കാരമുള്ള ജനത, നമുക്ക് സംസ്കാരം, നാഗരികത എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എൻ്റെ വിശ്വാസം നീ നിർബന്ധമായിട്ടും ചൊല്ലിയിരിക്കണം. സെയ്ഫ്, ഞാൻ എൻ്റെ ദൈവത്തെ സെയ്ഫ് പ്രകീർത്തിച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ പ്രകീർത്തിച്ചിരിക്കണമെന്ന് ഞാൻ സെയ്ഫിൻ്റെ മുഖത്തടിച്ചിട്ട് നിർബന്ധിക്കാൻ തന്നാൽ അതെന്ത് സംസ്കാരമാണ്? ഇത് മഹത്തായ ഭാരത സംസ്കാരം, സനാതന സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിക്കുന്ന ആളുകൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ദേവിയെ, എൻ്റെ സരസ്വതിയെ, എൻ്റെ കാളിയെ, എൻ്റെ ദുർഗയെ നീ എല്ലാ ദിവസവും രാവിലെ പൂജിച്ചിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും എന്ന് സർക്കാർ സർക്കുലർ ഇറക്കുകയാണ്. ഇതെന്ത് സംസ്കാരമാണ്? ഇങ്ങനെയാണ് ഒരു ഭരണകൂടം പ്രവർത്തിക്കേണ്ടത്? അപ്പോൾ ഇത് അബ്സല്യൂട്ട് ശരിയായ യുദ്ധപ്രഖ്യാപനമാണ്. സമൂഹത്തിലെ ഒരു വിഭാഗം ജനതയ്ക്കെതിരായി ഭരണകൂടം നടത്തുന്ന യുദ്ധപ്രഖ്യാപനമാണിത്. അത്ര നിസ്സാരമായ കാര്യമല്ല. പക്ഷേ ഈ മനുഷ്യൻ അധികാരം ഏറ്റെടുത്തുമ്പോൾ എല്ലാ ദിവസവും ഈ ജാതി സംഗതികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംവരണം റദ്ദാക്കുന്നു, ഇതുവരെയുള്ള കാസ്റ്റ് 70ഓളം കാസ്റ്റ് സർട്ടിഫിക്കേഷനുകൾ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ RSSൽ പ്രവർത്തിച്ചിട്ട് പരിചയമില്ല. RSSകാരാണെങ്കിൽ ഇത്തരം അവർ കുറച്ചും കൂടെ മയത്തിലാണ് ചെയ്യുക എന്നാണ് പതുക്കെ. അവർക്ക് അവരുടെ ഒരു അജണ്ട നടപ്പിലാക്കുന്നതിന് അതിൻ്റെതായ ഒരു വളരെ ക്രമപ്രവൃത്തമായുള്ള രീതി ഉണ്ട്. ഇദ്ദേഹം എന്താണ് ഈ പുത്തനശ്ശേരി മേപ്പുറം തൂക്കുമെന്ന് പറഞ്ഞ മാതിരി ഭയങ്കര ആവേശത്തിലാണ്. ഈ ആവേശം എവിടം വരെ പോകുമെന്നുള്ളത് കാണേണ്ട കാര്യമാണ്. ബംഗാളിൽ ഈ പറഞ്ഞ പോലെ ഈ ബംഗാളിൽ ഇടതുപക്ഷം തൃണമൂൽ ഇപ്പോൾ പ്രതിപക്ഷത്താണ്. പക്ഷേ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ തന്നെ ഡൽഹിയിലെ പൊളിറ്റിക്കൽ സർക്കിളിൽ വേറെ ചില തിയറികൾ നടക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൃണമൂലിൻ്റെ എനിക്ക് തോന്നുന്നു ലോക്സഭയിലെ 3ാമത്തെ ഏറ്റവും വലിയ ബ്ലോക്കാണെന്ന് തോന്നുന്നു അല്ലേ തൃണമൂൽ. കോൺഗ്രസ് കഴിഞ്ഞാൽ തൃണമൂലിനെ അടർത്തിയെടുക്കുക. ഇപ്പോൾ പഞ്ചാബിൽ ഓപ്പറേഷൻ ലോട്ടസ് നടത്തല്ലോ, രാജ്യസഭാ എംപിമാരെ വെച്ച്. അപ്പോൾ രാജ്യസഭാ എംപിമാരെയും ലോക്സഭാ എംപിമാരെയും വെച്ചിട്ട് ഇഡിയൊക്കെ ഉണ്ടല്ലോ, ഇഡിയൊക്കെ വെച്ചിട്ട് കുറേ ഇവരൊക്കെ പിറകെ വിടാം. അങ്ങനെ ഒരു ഓപ്പറേഷൻ ലോട്ടസ് തൃണമൂൽ എംപിമാരെ ബോത്ത് രാജ്യസഭ ആൻഡ് ലോക്സഭ വെച്ചിട്ടൊരു ഓപ്പറേഷൻ ഈ പൈപ്പ് ലൈനിലുണ്ടെന്നാണ് പറയുന്നത്. അതുകൂടെ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് എംപിമാരെ എടുക്കുന്നു. അവിടെ SP ഈ ഇവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. യു പിയിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ യു പിയിൽ കൂടെ ഇത്തവണ കൂടെ അടുത്ത ഇലക്ഷനിൽ കൂടെ മുലായം തോക്കുകയാണ്, SP തോൽക്കുകയാണെങ്കിൽ അതിനുശേഷം അവിടെയും ഈ എംപിമാരെ ഈ നിലക്കുള്ള ഓപ്പറേഷൻ ലോട്ടസ് നടത്തുക. അങ്ങനെ ആകുമ്പോൾ ഈ സഭയിൽ തന്നെ ആബ്സല്യൂട്ട് ആർക്ക് മെജോറിറ്റി കിട്ടും? BJPക്ക് മെജോറിറ്റി കിട്ടും, 3-2 ഭൂരിപക്ഷം കിട്ടും. പിന്നെ സ്റ്റേറ്റ് അസംബ്ലീസിൽ ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് 400 പാർ തുടങ്ങിയിട്ട് പറഞ്ഞിട്ടാണല്ലോ ഈ ഇലക്ഷൻ അഭിമുഖിച്ചത്. ആ ഒരു സെനാരിയോ ഈ ലോക്സഭയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ രൂപപ്പെടുത്താമെന്നും തങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതികളൊക്കെ കൊണ്ടുവരാമെന്നും ഒക്കെയുള്ള ഒരു പ്ലാൻ അമിത്ഷായുടെ ലബോറട്ടറിയിൽ തയ്യാറായി വരുന്നു എന്നൊരു ടോക്കുണ്ട്. സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ ബംഗാളിൽ അത് അസാധ്യമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരർത്ഥത്തിലുള്ള ഒരു അരാജകത്വമെന്നോ പേടി എന്നൊക്കെ പറയാവുന്ന സിറ്റുവേഷൻ തൃണമൂലിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം അവരുടെ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്നത്. എല്ലാ നിലക്കുള്ള പരമാവധി മാക്സിമലിസ്റ്റ് അപ്രോച്ച് സ്വീകരിച്ചുകൊണ്ട് അയാൾ പരമാവധി ഇടിക്കുകയാണ്. അപ്പോൾ ഈ കേന്ദ്ര ഏജൻസികളെല്ലാം ഒന്ന് ഈ എംപിമാരെയൊക്കെ വളഞ്ഞിട്ട് പിടിക്കുന്നു, അവരെ ചാടിക്കുന്നു, ഡിഫാക്ട് ചെയ്യിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു ഓപ്പറേഷൻ അസാധ്യമായ കാര്യമൊന്നുമല്ല.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ ഓപ്പറേഷൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇവിടെ ലോക്കലി ഈ തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു. പക്ഷേ ഒരു സംവിധാനം, ഒരു ജനതയെ സമ്പൂർണ്ണമായി, ബംഗാളിൽ മുസ്ലിം 30+% ഉണ്ട്. അപ്പോൾ അവരെ സമ്പൂർണ്ണമായി ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് ഒരു ഭരണകൂടം എങ്ങനെയാണ് അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുക? എനിക്കറിയില്ല. അത്ര എളുപ്പം സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബംഗാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ്. എല്ലാ അർത്ഥത്തിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ്. അത്ര എളുപ്പം ഇത് വലിയ ഖയാസ് ഉണ്ടാക്കും, വലിയ പ്രശ്നങ്ങൾ ആ സമൂഹത്തിലുണ്ടാക്കും, ആ സംസ്ഥാനത്തുണ്ടാക്കും. കൂടുതൽ ഖയോട്ടിക്കായ ഒരു അവസ്ഥയിലേക്ക് ബംഗാളിനെ കൊണ്ടുപോകാൻ അവിടുത്തെ ഭരണകൂടം തന്നെ നേതൃത്വം നൽകുന്ന ഒരു വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.